ജിമ്മിൽ പോയാൽ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ചെറുപ്പ വയസ്സിൽ നമ്മൾ ജിമ്മിൽ പോയാൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ടോ ആൾക്കാർ? ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് നമ്മളൊരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ വെയിറ്റ് കുറയ്ക്കാനോ മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു വ്യഗ്രതയിൽ അവർ വളരെയധികം ഫാസ്റ്റായിട്ടും സ്പീഡിലും വളരെ അധികം എക്സസൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസിയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ ഇത് ഹാർട്ടിന് ഒരു എക്സ്ട്രാ ലോഡായിട്ട് വരും. അതായത് ഈ ഹാർട്ട് യൂസ്ഡ് അല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു ഷോക്ക് പോലെയാണ് നമ്മൾ കാണുന്നത്. സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്താ സംഭവിക്കുന്നത്? ഈ മസിലിൻ്റെ കട്ടി കൂടും. അതായത് ബോഡിയിലുള്ള മസിൽ വർദ്ധിപ്പിക്കുന്നത് പോലെ ഈ ഹാർട്ടിൻ്റെ മസിലിൻ്റെ കട്ടിയും കൂടുകയും ഈ രക്തധമനികൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കംപ്രസ്ഡായി പോകുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഹാർട്ടിൻ്റെ മസിലിൻ്റെ കട്ടി കൂടുമ്പോൾ ഈ രക്തക്കുഴലുകൾ കംപ്രസ്സായി ഓക്സിജൻ നിലനിൽച്ചു പോവുകയും ഇത് ഒരു ബ്ലോക്ക് പോലെയുള്ള ഒരു അവസ്ഥയാണ്. പെട്ടെന്നൊരു ഹൃദയാഘാതത്തിൽ വന്ന് അവസാനിക്കും. സോ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ചെറുപ്പക്കാരിൽ അവർ എക്സർസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ ഗ്രാജുവലായിട്ട് വേണം അവർ ഈ എക്സർസൈസിൻ്റെ ഈ അളവ് കൂട്ടി വരാനായിട്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് അക്കസ്റ്റംഡായി ഒരാഴ്ച 10 ദിവസം എക്സർസൈസ് ചെയ്ത് ആ മസിലൊക്കെ ഒന്ന് യൂസ്ഡായി വന്നതിന് ശേഷം പതുക്കെ കൂട്ടുക. രണ്ടാമതായിട്ട് നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ആളാണെന്നുള്ളത്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലർക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ രോഗികൾ അവരുടെ ഒരു ഫാമിലി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ അവർ ഒരു ജിമ്മിൽ പോയി അവർ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പാടും. നമ്മുടെ റിസ്ക് ഫാക്ടർ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിസ്ക് ഫാക്ടർ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ജിം ഇൻസ്ട്രക്ടർ വന്നിട്ട് പെട്ടെന്ന് ഈ എക്സസൈസ് ചെയ്യൂ ആ എക്സസൈസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മത്സരിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രമേ നമ്മൾ ചെയ്യാൻ പാടും. അങ്ങനെയാണ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയും നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാതെ മുമ്പോട്ട് പോകാനും സാധിക്കുന്നത്.